ഹരേ രാമ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് 13-ാം ദിവസം രാമായണം പാരായണം ചെയ്യുന്ന ഭാഗത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കാം. അപ്പോൾ ശൂർപ്പണഖ വളരെ വിഷമത്തോടുകൂടി രാവണൻ്റെ മുന്നിൽ ചെന്ന് വിലപിക്കുന്നു. ശൂർപ്പണഖ വിലാപം. അപ്പോൾ 3.25 നാഴിക കൊണ്ട് മാരീചനും ഖരനും ദൂഷണനും ത്രിശിരസ്സുകളെയും അവരുടെ 14,000 സൈന്യത്തെയും രാമൻ ഒറ്റയ്ക്ക് നിന്ന് കൊന്നു, എല്ലാറ്റിനെയും അമ്പെയ്ത് കൊന്നു എന്ന് കേട്ടപ്പോൾ രാവണന് തോന്നുകയാണ്, ഇത്രയും ശക്തനായ ആള്, ഇത്രയും രാക്ഷസ വംശത്തെ ഒന്നോടെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ ആൾ ആരായിരിക്കും? സാക്ഷാൽ നാരായണനായിരിക്കാം. അങ്ങനെ ഭക്തവത്സലരായ ഭഗവാൻ പത്മേക്ഷണൻ, മുക്തിദാനേകമൂർത്തി, മുക്തിപ്രിയനായ ഭഗവാൻ ധാതാവ് മുന്നേ പ്രാർത്ഥിച്ച ഒരു കാരണം, അതായത് ബ്രഹ്മദേവൻ മുന്നേ പ്രാർത്ഥിച്ച കാരണം, നേരത്തെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഭൂതലെ രഘുവിലെ മർത്യനായി പിറന്നപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ട് വന്നാൻ എങ്കിലോ, അങ്ങനെ ഭൂതലത്തിൽ മർത്യനായി ബ്രഹ്മദേവന്റെയും മറ്റ് ദേവന്മാരുടെയും ഭൂമിദേവിയുടെയും ആവശ്യപ്രകാരം അങ്ങനെ അവതരിച്ച് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചെങ്കിൽ എന്നെ കൊല്ലുവാനാണ് ഒരുമ്പെട്ട് വന്നതെങ്കിലോ ചെന്നു ഞാൻ വൈകുണ്ഠ രാജ്യം പരിപാലിക്കാമല്ലോ. അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് വൈകുണ്ഠ രാജ്യം പരിപാലിക്കുവാൻ എനിക്ക് അവസരം കിട്ടുമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ ഇല്ല ഒന്നിനും ഒന്നുകൊണ്ടും മാനസി നിരൂപിച്ചാൽ, അല്ലലൊന്നുകൊണ്ടും ഇല്ല മാനസി നിരൂപിച്ചാൽ, രാമൻ എന്നെ പരാജയപ്പെടുത്തിയാൽ, അതായത് എന്നെ കൊന്നാൽ എനിക്ക് വൈകുണ്ഠ രാജ്യം പരിപാലിക്കാം. ഞാൻ രാമനെ പരാജയപ്പെടുത്തിയാലോ എനിക്ക് എല്ലാ കാലത്തും എൻ്റെ രാജ്യമായ ഈ രാക്ഷസ രാജ്യം എനിക്ക് പരിപാലിക്കാം. അതുകൊണ്ട് എനിക്ക് അല്ലലില്ല, എനിക്ക് യാതൊരു വിഷമവുമില്ല മനസ്സിൽ. അങ്ങനെ കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിന് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും. അപ്പോൾ ഏത് കാര്യം ചിന്തിച്ചാലും എനിക്കൊന്നും മടി വരേണ്ട. രാമൻ എന്നെ വധിച്ചാലും എനിക്ക് സന്തോഷം, രാമനെ ഞാൻ വധിച്ചാലും എനിക്ക് സന്തോഷം. എനിക്ക് വധിച്ചാൽ എനിക്ക് വൈകുണ്ഠ ലോകം കിട്ടും. എന്നെ രാമൻ വധിച്ചില്ലെങ്കിലോ എൻ്റെ ഈ രാക്ഷസ രാജ്യമായ ലങ്കാപുരിയൊക്കെ എനിക്ക് വീണ്ടും സന്തോഷത്തോടെ ഒരു ശത്രുവുമില്ലാതെ എനിക്ക് സ്വച്ഛന്തം ഭരിക്കാം. അപ്പോൾ ഞാൻ രാമനോട് ഏറ്റുമുട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് രാത്രി കഴിച്ചുകൂട്ടി തൊട്ടടുത്ത പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് മാരീചന്റെ ആശ്രമം പ്രാപിച്ചിടുകയാണ്. അങ്ങനെ മാരീച ആശ്രമത്തിലേക്ക് മാരീചൻ ആരാണെന്ന് അറിയാമല്ലോ. ശ്രീരാമചന്ദ്രന്റെ ദയ കൊണ്ട് വീണ്ടും ജീവൻ കിട്ടിയ ആ പാതാരബിന്ദങ്ങളിൽ അഭയം പ്രാപിച്ച മാരീചൻ. സുബാഹുവിനെ ഭഗവാൻ ഒരമ്പ് കൊണ്ട് കൊന്ന് മാരീചനാണ് ഓടി വീണ്ടും രാമപാദത്തിൽ വീണ്. അങ്ങനെ അന്നു മുതൽ ശ്രീരാമചന്ദ്രനെ സാക്ഷാൽ ശ്രീ നാരായണന്റെ പാതാരബിന്ദങ്ങൾ പൂജിച്ച് കഴിയുന്ന മാരീചന്റെ അടുക്കേക്കാണ് നമ്മുടെ ഈ രാവണൻ സഹായം ചോദിച്ച് ചെല്ലുന്നത്. അങ്ങനെ ജടാവൽക്കലമൊക്കെ ധരിച്ച് മൗനിയായി ധ്യാനനിരതനായി ഇരിക്കുകയാണ്. ആ രാമരാമേതി ജപിച്ച് സമാധി പൂണ്ട ആമോദത്തോടെ മരുവീടിന മാരീചനാണ്. ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളോ ഗൃഹത്തിലെ ജീവിതമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ ജീവിക്കുന്ന ആ മാരീചന്റെ മുന്നിലേക്കാണ് ലോകത്തിന് ഉപദ്രവകാരിയായ ആ രാവണൻ തന്നെ വളരെ സംഭ്രമത്തോടുകൂടി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എനിക്കിങ്ങനെ ഒരു ശത്രു വന്നിട്ടുണ്ട്, എൻ്റെ ഭഗിനിയെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചിരിക്കുന്നു. ആ വല്ല വിധേനയും എനിക്ക് ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായ സുന്ദരിയായ സീതാദേവി എനിക്ക് വേണം, അതിനെന്നെ ഒന്ന് സഹായിക്കൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ ഭക്തനായ മാരീചൻ രാവണന് കൊടുക്കുന്ന ഉപദേശം ഒന്ന് കേട്ടു നോക്കൂ. നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട്
പങ്ക്തികണ്ഠരൻ തന്നെ കൊല്ലേണം മടിയാതെ, അങ്ങനെ തന്നെ എന്ന് സമ്മതം ചെയ്തു നാഥൻ. മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ. താനത് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ, പോയാലും പുരമ്പുക്ക് സുഖിച്ചു വസിക്ക നീ. മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ, ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ. അപ്പോൾ മാരീചൻ പറയുകയാണ്, പങ്ക്തി കണ്ഠരൻ തന്നെ കൊല്ലണം മടിയാതെ എന്ന് ഭഗവാനോട് നാരദാദി മുനിവൃന്ദവും അതുപോലെ ബ്രഹ്മദേവനും ഭൂമിദേവിയും ഒക്കെ അപേക്ഷിച്ചത് കാരണം രാവണനെ കൊല്ലണം എന്ന് തന്നെ കൊന്ന് ഭൂമിക്ക് മംഗലം വരുത്തുവാൻ, ദേവതാപസർക്കെല്ലാം മംഗളം ഭൂമിയിൽ ഉണ്ടാക്കുവാൻ, ലോകം മുഴുവൻ മംഗളം, എല്ലാ ലോകത്തും രാവണന്റെ ഉപദ്രവം എല്ലാ ലോകത്തും ഉണ്ട്, അതെല്ലാം ഇല്ലാതാക്കി എല്ലാ ലോകത്തും മംഗലം വരുത്തുവാൻ വേണ്ടി അങ്ങ് ജനിക്കണമെന്ന് അവതരിക്കണമെന്ന് സാക്ഷാൽ ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും ഭഗവാനോട് പറഞ്ഞത് കേട്ടപ്പോൾ അങ്ങനെ ശ്രീരാമനായിട്ട് ഭഗവാൻ ജനിച്ചതാണ്. മാനുഷനല്ല, സാക്ഷാൽ ശ്രീനാരായണൻ. ശ്രീനാരായണനാണ് അത്. രാമൻ ഒരു മനുഷ്യനല്ല. താനത് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ, പോയാലും പുരമ്പുക്ക് സുഖിച്ചു വസിക്ക നീ. അപ്പോൾ മാരീചനോട് വന്ന് പറയുകയാണ്, ഏത് വിധേനയും സീതാദേവിയെ അവിടെ നിന്ന് എനിക്ക് കടത്തിക്കൊണ്ട് വരണം. അതിന് മാരീചൻ ഒരു മാനായിട്ട് ചെന്ന് ഈ രാക്ഷസ വർഗത്തിന് പല രൂപവും കൈക്കൊള്ളാൻ കഴിയും. അപ്പോൾ ഒരു മാനിന്റെ രൂപത്തിൽ ചെന്ന് സീതാദേവിയെ രാമനിൽ നിന്ന് അകറ്റി കൊണ്ടുവന്നിട്ട് എനിക്ക് സീതയെ അവിടുന്ന് തട്ടിയെടുത്തുകൊണ്ട് പോരാനുള്ള അവസരം ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞപ്പോൾ മാരീചൻ പറയുകയാണ്, അത് സാക്ഷാൽ നാരായണസ്വാമിയാണ്. ആ സ്വാമിയെ മനസ്സിലോർത്ത് പോയി സമാധാനമായിട്ട് അന്തഃപുരം ബുക്ക് സമാധാനമായിട്ട് നാരായണ നാമം ജപിക്കൂ രാവണ എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രനായി മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണ് ഭഗവാൻ. നീ അദ്ദേഹത്തിനോട് ചെന്ന് ഏറ്റുമുട്ടിയാൽ നിന്റെ അന്ത്യമായിരിക്കും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞപ്പോൾ രാവണൻ പറയുന്നത് കേൾക്കൂ. രാവണനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞാനി. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനേക്കാളും തത്വം രാവണൻ അറിയാമോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. മാരീചൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ, താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്ന ജ്ഞാനം ഞാൻ അങ്ങനെ ഓർത്തിയിലൊട്ടും. അപ്പോൾ മാരീചനോട് തിരിച്ച് രാവണൻ ചോദിക്കുകയാണ്, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ, വളരെ ശുദ്ധനായ ഭക്തനായ അവിടുന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ, ശ്രീനാരായണസ്വാമിയായ ആ പരമൻ പരമാത്മാവായ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു. അരവിന്ദോത്ഭവൻ ബ്രഹ്മത്തിൽ ജനിച്ചവൻ, അതായത് ബ്രഹ്മാവിനോട് ആ നാരായണമൂർത്തി സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. മർത്യനായി ജനിച്ച് മനുഷ്യൻ മാത്രമേ എന്നെ കൊല്ലൂ എന്ന് ഞാൻ വരം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മദേവനിൽ നിന്ന് ഞാൻ മേടിച്ച വരം ബ്രഹ്മദേവനോട് ഇപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞേക്കുന്നു, ഞാൻ മനുഷ്യനായി വന്ന് രാവണനെ നിഗ്രഹിക്കാമെന്ന്. അത് സത്യമാണെങ്കിൽ പിന്നെ യൗവണ്ണം അല്ലെന്നാക്കുവാൻ ആളാരടോ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആരെ കൊണ്ട് പറ്റും എന്നാണ് മാരീചനോട് ആര് ചോദിക്കുന്നത്? സാക്ഷാൽ ശ്രീ രാവണൻ ചോദിക്കുന്നത്. ഭഗവാൻ എന്നെ കൊല്ലാൻ മനുഷ്യനായി അവതാരം ചെയ്തിട്ട് എന്നെ കൊല്ലുവാൻ വേണ്ടിയാണ് ജനിച്ചതെങ്കിൽ അതല്ലാതാക്കുവാൻ ആരെ കൊണ്ട് പറ്റും?
ആരെ കൊണ്ടാ പറ്റുന്നേ? ഭഗവാനെ കൊണ്ടല്ലേ പറ്റൂ, അല്ലാതെ എന്നെ കൊണ്ട് പറ്റുമോ, മാരീചനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു. സത്യമല്ലേ? എന്ത് തത്വമാണ് അവിടെ പറയുന്നേ? ലോകത്തിന്റെ പരമതത്വം, ഈശ്വര തത്വം, ബ്രഹ്മതത്വമാണ് അവിടെ രാവണൻ മാരീചനോട് പറയുന്നത്. ഭഗവാൻ ഒരു കാര്യം നിശ്ചയിച്ചുറച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ആരെ കൊണ്ടാകും? എന്നെ കൊല്ലാനാണ് ഭഗവാൻ വരുന്നതെങ്കിൽ അത് തന്നെ നടക്കും, അല്ലാതെ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെ മരണത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് എന്നാണ് രാവണന് വളരെ നിശ്ചയമുണ്ടതിലെ. നന്നു നിന്ന ജ്ഞാനം ഞാൻ അങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങുകയില്ല ന്യൂനം. അയ്യോ, നിന്റെ അജ്ഞാനം, അല്ലയോ മരീച, നിന്റെ അജ്ഞാനം, നിന്റെ അറിവില്ലായ്മ എന്ത് കഷ്ടമാണ്. ഭഗവാൻ അങ്ങനെ കരുതി ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ടല്ലേ ഭഗവാൻ അടങ്ങൂ. അത് തടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പൊ നീ എത്ര അജ്ഞാനിയാണെന്ന് മാരീചനോട് ചോദിക്കുന്നു. മാരീചൻ, സുബാഹു മാരീചൻ സഹോദരങ്ങളായിരുന്നു. ശ്രീരാമചന്ദ്രന്റെ പാതാരബിന്ദങ്ങളിൽ വീണ് മുക്തിമാർഗം സാധിക്കാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹം കൊടുത്ത് ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തനായി മാറി. ആ ഭക്തനായ മാരീചൻ അജ്ഞാനിയാണല്ലോ എന്ന് ഇവിടെ രാവണൻ പറയുകയാണ്. കാരണം എന്താണ്? ഭഗവാൻ നനച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ സംഭവിക്കൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ടും ഞാൻ അടങ്ങില്ല. നിങ്ങൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പോയി വീട്ടിൽ സമാധാനമായിട്ടിരിക്കൂ, അല്ലെങ്കിൽ നിന്നെ രാമൻ കൊല്ലും എന്നൊക്കെ എന്നോട് പറഞ്ഞില്ലേ, അതൊന്നും കേട്ട് ഞാൻ അടങ്ങില്ല. കാരണം എന്നെ കൊല്ലാനാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചതെങ്കിൽ ആ മരണം ഞാൻ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. സാക്ഷാൽ ശ്രീ നാരായണനാണത്. അപ്പോൾ പിന്നെ എൻ്റെ ജന്മം സാഫല്യമായില്ലേ എന്നാണ് ഇവിടെ രാവണൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന്, ആ ചിന്തയിൽ നിന്നാണ് ഇനി അങ്ങോട്ടുള്ള രാമരാവണ യുദ്ധവും ആ രാമരാവണ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പുകൂട്ടലുകൾ, ഇനിയുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അല്ലേ? ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല ന്യൂനം, ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ട മഹാഭാഗ, പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റി കൊണ്ടിങ്ങു പോന്നിടുവൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. അങ്ങനെ പൊന്മാനായിട്ട് ചെന്ന് മൈഥിലിയെ ശ്രീ രാമലക്ഷ്മണന്മാരിൽ നിന്ന് അകറ്റുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എത്രയും വേഗം ഞാനും അന്നേരം തേരിലേറ്റി കൊണ്ടിങ്ങ് പോരും മൈഥിലിയെ. പിന്നെ നീ എന്ത് ചെയ്യണം? മുന്നേ പോലെ തപസ്സൊക്കെ അനുഷ്ഠിച്ച് രാമനെ പ്രാർത്ഥിച്ച് മുന്നത്തെ പോലെ ഇവിടെ വാണോളൂ എന്ന് ശ്രീരാമചന്ദ്രൻ രാവണൻ മാരീചനോട് പറയുകയാണ്. തിരിച്ചു വരാൻ മാരീചൻ കാണുമോ? മാരീചൻ അറിയാം, ഈ ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് സാക്ഷാൽ ശ്രീ നാരായണസ്വാമിയായ രാമചന്ദ്രന്റെ കൈകൊണ്ട് മരിക്കുന്നത് എന്ന് കരുതി മാരീചൻ അവിടെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇത് തന്നെയല്ലേ ഏറ്റവും നല്ല സത്യം? മാരീചന്റെ സത്യം, മാരീചൻ പറയുന്ന ആ യഥാർത്ഥ കാര്യം എന്താണ്? ഏതായാലും ഞാൻ മരിക്കും, ഒന്നിൽ രാമചന്ദ്രന്റെ അമ്പേറ്റ് മരിക്കും, ഇല്ലെങ്കിൽ ഈ രാക്ഷസനായ ക്രൂരനായ രാവണന്റെ വാളേറ്റു മരിക്കും. ഇതിലേതാണ് നല്ല ചോയ്സ് എന്ന് നോക്കിയപ്പം രാമന്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് പുണ്യം ലഭിക്കും. ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഒരിക്കൽ എന്നെ കൊല്ലാതെ വിട്ടത് ഭഗവാന്റെ തത്വം അറിയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആ കൈകൊണ്ടുള്ള മരണമല്ലേ ശ്രേഷ്ഠം എന്ന് തോന്നി മാരീചൻ പൊന്മാന്റെ രൂപത്തിൽ ചമഞ്ഞ് പോകി സീതാദേവിയെ മോഹിപ്പിക്കുന്നു. ശ്രീരാമചന്ദ്രനെ ദേവിയിൽ നിന്ന് അകറ്റുന്നു. ലക്ഷ്മണ രേഖയൊക്കെ മറികടന്ന് എന്ത് ചെയ്യുന്നു? രാവണൻ സീതാദേവിയെ തട്ടിയെടുക്കുന്നു. മാരീചൻ സ്വർണ്ണ വർണ്ണ നിറത്തിലുള്ള ഒരു മനോഹരനായ മാനിന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ആശ്രമത്തിന് സമീപത്ത് ചെന്ന് സീതാദേവിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ആ മനോഹരമായ മാനിനെ കണ്ടപ്പോൾ, അല്ലെങ്കിലും വനവാസകാലത്ത് മാനുകളെ എല്ലാം സീതാദേവിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ വ്യത്യസ്തമായ സുന്ദരമായ ആ ഇന്ദ്രനീലാഭ പോലെ സുന്ദരമായ ആ മാനിനെ കണ്ടപ്പോൾ സീതാദേവി പറഞ്ഞു, എനിക്ക് കളിക്കാൻ വേണം ആ മാനിനെ, അതിനെ ഒന്ന് പിടിച്ചോണ്ട് തരുമോ എന്ന് ശ്രീരാമചന്ദ്രനോട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ
അത് വളരെ മെരുക്കമുള്ളതാണെന്ന് തോന്നുന്നു. അതിനെ വേഗം കിട്ടുമെന്ന് സീതാദേവിക്ക് തോന്നുന്നു. കാരണം മനുഷ്യരുടെ അടുക്കലേക്ക് അടുത്തടുത്തടുത്ത് വരികയാണ്. പിടിക്കാൻ ചെല്ലുമ്പോൾ അത് അകന്നകന്ന് പോവുകയുമാണ്. അങ്ങനെ ദൂരെ ദൂരെ പോകാൻ തുടങ്ങിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ ദേവിയെ ശ്രദ്ധിച്ചോണം, രാക്ഷസ പരീക്ഷകളുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ദേവിക്ക് കാവലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പോയി കണ്ണിൻ്റെ ആ ദൃഷ്ടിയിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന് അകലെയായി കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ്റെ ഒരു രോദനം പോലെ ലക്ഷ്മണ, അനുജ രക്ഷിക്കൂ എന്നുള്ള കരച്ചിൽ കേൾക്കുകയാണ്. പക്ഷേ ആ കരച്ചിൽ ശ്രീരാമചന്ദ്രനാണോ? രാമചന്ദ്രൻ ഒരിക്കലെങ്കിലും കരയുമോ? അത് സീതാദേവിക്ക് തൻ്റെ ഭർത്താവിനെ കുറിച്ച് അറിവില്ലേ? പക്ഷേ ഇവിടെ എന്താണ്, സ്ത്രീ സഹജമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ യഥാർത്ഥത്തിലുള്ള ദേവി, മൂലപ്രകൃതിയായ ദേവിയും ഒരു സ്ത്രീ സഹജമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ കരച്ചിൽ കേട്ടപ്പോൾ ദേവി വിഷമിക്കുന്നത് കണ്ടുകൊണ്ട്, ദുഃഖിക്കേണ്ട ദേവി, അത് എൻ്റെ ജ്യേഷ്ഠനല്ല, ആ പൊന്മാനായി വന്ന അത് വേറെ മാരീചനാണ് കരയുന്നത്, രാക്ഷസനാണ്, അവൻ്റെ തന്ത്രമാണ് ഈ കരച്ചിലൊക്കെ. ദേവി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒരിക്കലും ഈ ലോകവാസികൾക്കാർക്കും ശ്രീരാമചന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും വീണ്ടും ലക്ഷ്മണ, അനുജ രക്ഷിക്കൂ എന്നൊക്കെയുള്ള വിലാപം കേട്ടപ്പോൾ സീതാദേവി ചോദിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ നാശത്തിന് ആഗ്രഹിക്കുന്നവനാണോ നീ അത് അങ്ങനെയുള്ള ദുഷ്ടാത്മാവാണോ? ഞാൻ നിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ ഓർത്തത്. രാമൻ്റെ നാശം ആഗ്രഹിക്കുന്ന ഭരതൻ്റെ കൂട്ടുകാരനാണോ നീ? അങ്ങനെ ഭരതനുമായിട്ട് കൂട്ടുചേർന്ന് വന്നിട്ട് രാമൻ ആപത്ത് പറ്റുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി നിനക്ക് ഒന്നിച്ച് ജീവിക്കാനല്ലേ? നിന്റെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കില്ല. നിന്റെ ആഗ്രഹം ഒരിക്കലും ഞാൻ നടക്കില്ല. രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ദേവിയോടെ ശപഥം ചെയ്യുകയാണ്. നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല. ഞാൻ രാമപാദങ്ങളാണ്, മറ്റൊരു പുരുഷനെ ഞാൻ ഒരിക്കലും തീണ്ടുകയില്ല. ഈ വാക്കൊക്കെ കേട്ടപ്പോൾ സൗമിത്രി ചെവി രണ്ടും പൊത്തുകയാണ്. അയ്യോ, എന്ത് പാപമാണ് ഈ സീതാദേവി പറയുന്നതെന്നോർത്ത്. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള വാക്കുകൾ ശ്രീരാമചന്ദ്രൻ ഇല്ലാതെ വരണമെന്നും അപ്പോൾ ദേവിയെ സ്വന്തമാക്കി ഭാര്യയാക്കി അനുഭവിക്കാമെന്നൊക്കെ പറയുന്ന ആ ക്രൂരമായ വാക്കുകൾ അത് ചെവി കേൾക്കാൻ പോലും പാടില്ലാത്ത മഹാക്രൂര വാക്കുകളാണ്. അത് കേട്ടിട്ടാണ് ലക്ഷ്മണകുമാരൻ ചെവി രണ്ടും പൊത്തിയിട്ട് പറയുകയാണ്, നിനക്ക് നാശമെടുത്തിരിക്കുന്നു. അത് ആര് നിരൂപിച്ചാലാണ്? ഞാൻ വിചാരിച്ചാൽ അതൊന്നും തടുക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇതുമാതിരിയുള്ള മോശമായ വാക്കുകളൊക്കെ നിന്റെ വായിൽ നിന്ന് വീണത്. ചണ്ഡി എന്ന് വിളിക്കുകയാണ് ദേഷ്യത്തോടു കൂടി. പിന്നെ ഇത്ര സ്ത്രീകളുടെ ചിത്തം, സ്ത്രീകളുടെ നാരിമാരുടെയൊക്കെ മനസ്സ് ഇത്രയും ക്രൂരമാണല്ലോ. എത്ര ക്രൂരമായിട്ടാണ് അവസരോചിതമായിട്ട് സംസാരിക്കുന്നത്. ഇതെന്ത് കഷ്ടമാണ്, ഇത്രയും മോശം, അത് നിനക്ക് ആപത്ത് വന്നിരിക്കുന്നു, അടുത്തിരിക്കുന്നു എന്ന്. സത്യമല്ലേ പറഞ്ഞത്? നമ്മൾ ഓരോ ആപത്തുകളൊക്കെ നമ്മുടെ വാക്കുകൊണ്ടാണ് വിളിച്ചു വരുത്തുന്നത്. എവിടെയൊക്കെയോ കിടക്കുന്ന കലദോഷങ്ങളും ആപത്തുകളുമാകും നമ്മളുടെ നാവ് കൊണ്ടാണ് നമ്മൾ അവയൊക്കെ നമ്മുടെ അരികിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇത് ലക്ഷ്മണകുമാരൻ പറഞ്ഞ എത്രയോ സത്യമായ ജീവിതഗന്ധിയായ സത്യമാണത്. എന്നിട്ട് വനദേവതമാരോട് പറയുകയാണ്, വനദേവതമാരെ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് സീതാദേവിയെ പോവുകയാണ്. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് പോകുന്നു, ദേവിയെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ സമയം നോക്കി ആര് വരുന്നു? ദശാനനൻ വരികയാണ്. വൽക്കലമൊക്കെ ധരിച്ച് സന്യാസിയുടെ രൂപേണ അങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഒരു ഭിക്ഷു വേഷത്തെ പൂണ്ട്. അത് കണ്ടപ്പോൾ മായാസീതയാണ്. സീതാദേവിയോട് ആദ്യം തന്നെ രാമൻ പറഞ്ഞു, അഗ്നിയിൽ ദേവി നീ സീതാദേവിയോട് പറഞ്ഞ അഗ്നിയിൽ ശുദ്ധമായി ഇരിക്കുക,
എന്നിട്ട് മായാസീതയെ, അതായത് നമ്മുടെ ഒരു ശരീരത്തിന് ഒരു ഓറയുണ്ട്, ആ മായാസീതയെ പുറത്തേക്ക് നിർത്തുക. ഇപ്പം രാവണന്റെ വരവുണ്ട്. അപ്പോൾ ദേവി പരിശുദ്ധയായി അഗ്നിദേവനിലേക്ക് സമർപ്പിതയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അഗ്നിയിൽ നിന്ന് വീണ്ടും ലങ്കയിൽ രാവണന്റെ വധത്തിന് ശേഷം അഗ്നിയിൽ നിന്നാണ് ദേവി വീണ്ടും പുറത്തു വരുന്നത്. അപ്പോൾ ഏത് അശുദ്ധിയെയും ശുദ്ധമാക്കുന്നതാണ് അഗ്നി എന്ന് പറയുന്നത്. അങ്ങനെ സ്വാഗതവാക്യമൊക്കെ ഓതിക്കൊണ്ട് ഭിക്ഷുവിൻ്റെ രൂപത്തിൽ വന്ന രാവണൻ സീതാദേവിയോട്, ദേവി അത് കണ്ടപ്പോൾ ഫലമൂലാദികളൊക്കെ ഭുജിച്ച് കൊള്ളുക തപോനിധേ എന്ന് പറഞ്ഞ്, എൻ്റെ ഭർത്താവും അനുജനുമൊക്കെ ഇപ്പോൾ വരും, അപ്പോൾ അങ്ങയ്ക്ക് കൂടുതൽ അങ്ങയോട് സംസാരിക്കും സന്തോഷമായിട്ട്, അതുവരെ അങ്ങയുടെ വിശപ്പടക്കുവാൻ വേണ്ടി ഈ ഫലമൂലാദികളൊക്കെ ഭക്ഷിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഭിക്ഷു രൂപത്തിലുള്ള രാവണൻ ചോദിക്കുകയാണ്, അല്ലയോ കമല വിലോചനെ കമനീയാങ്കി, നീ ആരാണ് ചൊല്ലോമലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ കമിതാവ് ആരാണെന്നും ഒക്കെ പറയൂ. നിഷ്ഠൂരായ രാക്ഷസന്മാര് ദുഷ്ടജന്തുക്കളുമുള്ള ഈ കാനന ഭൂമിയിൽ നീ ഒരു താരിമണി തന്നെ വാഴുന്നതെന്താണ്? ആയുധപാണികളിൽ ആരും നിന്റെ കൂടെ സഹായത്തിനില്ലല്ലോ. നിന്നോട് പരമാർത്ഥം പറയൂ, അതിനുശേഷം ഞാൻ ആരാണെന്നൊക്കെ പറയാം എന്ന് രാവണനാകുന്ന ഭിക്ഷു പറയുകയാണ് ദേവിയോട്. അപ്പോൾ ദേവി പറയുന്നു, ഭൂമിപാലകനായ അയോധ്യാധിപതി ദശരഥ മഹാരാജാവിൻ്റെ ജ്യേഷ്ഠനന്ദനായ രാമകുമാരൻ്റെ മഹാവീരനായ രാമൻ്റെ പത്നി, ധർമ്മപത്നിയാണ്, ജനകാത്മജയാണ് ഞാൻ. ലക്ഷ്മണൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ. അദ്ദേഹവും ഞാനും എൻ്റെ ഭർത്താവും പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ദണ്ഡകാനനം തന്നിൽ 14 വർഷത്തോളം ജീവിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം രാവണൻ പറയുകയാണ്, എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ, ഞാൻ പൗലസ്ത്യൻ്റെ തനയനായ രാക്ഷസ രാജാവാണ്. ഈ ത്രിലോകത്തിൽ എന്നെ ആരാണ് അറിയാത്തത്? ഞാൻ നിന്നെ ചൊല്ലിയിട്ട് വളരെ കാമപരിതപ്തനായിട്ട് ചമഞ്ഞേനാണ്. അതായത് രാവണൻ സൗന്ദര്യമുള്ള ഏത് സ്ത്രീകളെ കണ്ടാലും അദ്ദേഹത്തിന് ആ സ്ത്രീകളോടെല്ലാം ഉള്ളിൽ കാമം ജനിക്കുകയും അവരെ എല്ലാം അവരുടെ ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും നോക്കാതെ സ്വന്തമാക്കുകയും ചെയ്യും. രാവണന് വേദവതി എന്ന് പറയുന്ന കന്യകയിൽ നിന്നൊരു ശാപം കിട്ടുന്നുണ്ട്. ഭഗവാൻ വിഷ്ണുവിനെ മാത്രം ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി അനേക കാലം തപസ്സനുഷ്ഠിച്ച് കൃശഗാത്രയായി സുന്ദരമായ ശരീരത്തോടുകൂടി മുഖത്തോടുകൂടി അങ്ങനെ വളരെ പതിഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു ബ്രാഹ്മണ കന്യകയെ രാവണൻ ബലാത്കാരം ചെയ്യുമ്പോൾ അന്നേരം ശപിക്കുന്നുണ്ട്. ഇനി ഏതൊരു പെണ്ണ് അവളുടെ ഇഷ്ടത്തോടെ അല്ലാതെ നിന്നെ ആര് സമീപിക്കുന്നോ, നീ ഏത് പെണ്ണിനെ സമീപിക്കുന്നോ അപ്പോൾ നീ മരണത്തിന് ഇരയാകുമെന്ന്. അതുകൊണ്ടാണ് സീതാദേവിയെ ശിംശുവ വൃക്ഷച്ചുവട്ടിലും ഒക്കെ അശോകവനിയിൽ കൊണ്ടിരുത്തിയ ശേഷം സീതയോട് ആവശ്യം പോലെ ചെന്ന് പല തവണയും പറയുകയും രാക്ഷസിമാരോടൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. രാവണനോട് സ്നേഹം തോന്നി, ഇഷ്ടം തോന്നി, രാവണന്റെ പ്രാഗൽഭ്യവും മഹത്വവും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ച് സീതാദേവിക്ക് അയാളോട് മോഹം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇനിയൊരു പെണ്ണ് രാവണനെ മോഹിച്ച് ഇട്ടുണ്ടെങ്കിൽ മാത്രമേ രാവണന് ആ പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ പെണ്ണിന്റെ ഇഷ്ടം ഇല്ലാതെ ഏതൊരു പെണ്ണിനെയും ഏതൊരു സ്ത്രീയെയും സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അന്ന് നിന്റെ അന്ത്യമാകുമെന്നുള്ള ആ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സീതാദേവിയോട് മാന്യതമായിട്ട് പെരുമാറിയത്. അല്ലാതെ രാവണനെ പുകഴ്ത്തുന്ന ചിലർ ഉണ്ട്. സീതയെ ശിംശുവ വൃക്ഷച്ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒന്നും ചെയ്യാതെ അങ്ങ് പോയല്ലോ, അയാളുടെ ആഗ്രഹം ഒന്നും പൂർത്തീകരിക്കാതെ സീതാദേവിയുടെ ഇഷ്ടമുള്ള കാലം വരെ അവിടെ ഇരുത്തിയല്ലോ എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇരുത്തിയത്? രാവണന് സ്വന്തം ജീവന് കൊതിയുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം എത്രയോ സ്ത്രീകളുടെ ശാപവും എത്ര സ്ത്രീകളെ ആ സ്വന്തം
കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ത്രീജിതൻ തന്നെ, സത്യത്തിൽ സ്ത്രീലമ്പടനായിരുന്നു. കാരണം അപാരമായ ശക്തിയും കഴിവും അഹംബോധവും ഒക്കെയുള്ള പൗരുഷ ശ്രേഷ്ഠനായ സുന്ദരനായ വീരശൂരപരാക്രമിയായ രാവണന് എന്താണ് അസാധ്യം? രാവണന്റെ ആ പൗരുഷത്തിന്റെ ഗാംഭീര്യം കാരണമാണ് എല്ലാ സ്ത്രീകളെയും രാവണൻ സ്വന്തമാക്കിയിരുന്നത്. പക്ഷെ സീതാദേവി ലോകമായ ദേവിയായ പതിവ്രതാരത്നമായ ആ രാമചന്ദ്രപ്രഭുവിൻ്റെ ഹൃദയമായ ആ ദേവിക്ക് ഈ രാവണന്റെ വീരശൂര പരാക്രമത്വത്തിലോ സൗന്ദര്യത്തിലോ ബുദ്ധിയിലോ സംഗീത പാടവത്തിലോ അയാളുടെ സമ്പത്തിലോ ഐശ്വര്യത്തിലോ എവിടെയെങ്കിലും ഇഷ്ടം തോന്നുമോ? എവിടെ തോന്നാനാണ്? അത് ഇയാൾക്കറിയുമോ? അപ്പോൾ സീതാദേവിയോട് ചെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു, എനിക്ക് നിന്നോട് അമിതമായ കാമപരവശത കൊണ്ട് വന്നതാണ്. അങ്ങനെ ലങ്കയിലെ ദേവന്മാരുടെ ലോകത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യമാണ്, അതിനേക്കാളും ശ്രേഷ്ഠമാണ്, ദേവലോകത്തെക്കാളും നല്ലതാണ് ലങ്കാരാജ്യം. ഞാൻ ആ ലങ്കയുടെ അധിപനായ നിന്റെ കിങ്കരനായി, നിന്റെ സേവകനായി ഞാൻ മാറുന്നു. ഞാൻ എന്തു വേണേലും സാധിച്ചു തരാം ലോകസുന്ദരി നാഥേ എന്നൊക്കെ പറഞ്ഞിട്ട് താപസ വേഷം കൊണ്ട് രാമനാൽ നിനക്ക് എന്ത് ഫലം കിട്ടാനാണ്? താപം ഉൾക്കൊണ്ട് വിഷമിച്ചുകൊണ്ട് ഈ കാട്ടിലൊക്കെ എന്തിനിങ്ങനെ വെറുതെ കാലം കഴിയുന്നു? നീ എന്നെ ശരണാഗതിയായിട്ട് നീ എന്നോട് വന്ന് അവിടെയും രാവണൻ പറയുകയാണ്, എന്നിൽ ശരണം നീ പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. ശരണം പ്രാപിച്ചാൽ നിനക്കെല്ലാം എല്ലാ സന്തോഷവും നിനക്ക് ലഭിക്കും. നീ അങ്ങനെ ശരണാഗതനായവർ എന്നെ നീ ഭജിച്ചാലും എന്ന് രാവണവാക്യം ഇത് കേട്ടിട്ട് അപ്പോൾ അങ്ങനെ ഭജിച്ചാൽ നിനക്ക് മഹാഭോഗങ്ങളൊക്കെ ഭുജിച്ചിടാം. നിനക്ക് ലോകത്തിലെ ഏറ്റവും മഹാഭോഗങ്ങളെല്ലാം നിന്നെ തേടിയെത്തും. ഇങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ജാനകി ദേവി അത്യന്തം ഭയപ്പെട്ടു. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചല്ലോ എന്ന് ദേവിക്ക് തോന്നി. അപ്പോൾ ദേവി തിരിച്ച് രാവണനോട് പറയുന്ന വാക്യങ്ങളൊക്കെ കേട്ടോ. നിന്റെ കേവലം അടുത്തതോ മരണം നിനക്കിപ്പോൾ. നീ ഈ ചൊല്ലുന്നത് ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്ത രാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു. ശ്രീരാമചന്ദ്രന്റെ പത്നിയാണ് ഞാൻ. എന്നെയാണോ ദുഷ്ടനായ നീ എന്നെ തൊടാനിരിക്കുന്നത്? നീ ഇപ്പോഴും രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും കൂടി വേഗത്തിൽ വരും. അതിനു മുമ്പ് നീ വേഗം സ്ഥലം ഇട്ടോളൂ എന്നാണ് ദേവി പറയുന്നത്. ഇങ്ങനെയുള്ള എന്നോട് നിനക്ക് ഈ ദുരാത്മാവേ, നിനക്ക് ഇങ്ങനെയുള്ള മോശം കഷ്ടമായിട്ടുള്ള വാക്കുകളൊക്കെ ചൊല്ലാൻ നിനക്ക് തോന്നിയല്ലോ. രാമബാണങ്ങൾ കൊണ്ട് നിന്റെ മാറിടം പിളർന്ന് നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് തന്നെ മതി. ഇങ്ങനെയുള്ള സീതാവാക്യം കേട്ടപ്പോൾ തന്നെ രാവണന്റെ കോപം മൂർച്ഛിച്ച് അദ്ദേഹം എന്തു ചെയ്തു? യഥാർത്ഥ രൂപം വെളിയിൽ കാണിച്ചു. ഒരു മഹാഗിരി, ഒരു മഹാപർവ്വതം പോലെ അങ്ങനെ ആ 10 തലയും മഹാപർവ്വതം പോലെയുള്ള ശരീരവും ഒക്കെ വലിയ 2 കൈകളും അഞ്ജന ശൈലാകാരം പോലെയുള്ള ആ രൂപം ഇങ്ങനെ കാണായപ്പോൾ വനദേവതമാർ പോലും പേടിച്ചോടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാഘവ പത്നിയെയും തേരിൽ എടുത്തുകൊണ്ട് അങ്ങനെ ശീഘ്രം പോയത് ദശാസ്യനും. അങ്ങനെ ദശാസ്യന്റെ കയ്യിലകപ്പെട്ട സീതാദേവി അവിടെ കിടന്ന് കരയുകയാണ്. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ, എൻ്റെ പ്രാണവല്ലഭ, എനിക്ക് ഭയാതുര, എനിക്ക് ഭയമാകുന്നു. ഓടി വരൂ രാമ ലക്ഷ്മണ, എൻ്റെ ഭർത്താവെ, എല്ലാവരെയും വിളിച്ചിട്ട് സീതാദേവി കരയുകയാണ്. എനിക്ക് വയ്യ, എനിക്ക് പേടിയാവുന്നു, ഓടി വായോ എന്നൊക്കെ കിടന്ന് കരയുകയാണ് രാവണന്റെ കയ്യിൽ കിടന്നുകൊണ്ട്. അങ്ങനെ പോകുമ്പോൾ ആര് കാണുന്നു? ജടായു പക്ഷി കാണുന്നു. ജടായു, എൻ്റെ സ്വാമിയുടെ പത്നിയെയും കൊണ്ട് നീ എവിടെ പോകുന്നു ദുഷ്ടാന്ന് ചോദിച്ചുകൊണ്ട് ജടായു ചാടി വീഴുന്നു. ആ യാത്രാമധ്യേ ജടായുൻ ക്രൂരനായ രാവണനെ കൊത്തുകയും അവൻ്റെ ആ പുഷ്പക വിമാനം
തല്ലി തകർത്തിടുകയും ഒക്കെ ചെയ്തു. ഇത് കണ്ടപ്പോൾ ക്രുദ്ധനായ രാവണൻ ദേവിയെ ഭൂമിയിൽ നിർത്തിയിട്ട് അവൻ്റെ ആ ചന്ദ്രഹാസം എന്ന വാള് എടുത്ത് പക്ഷിയുടെ പക്ഷം വെട്ടിയിട്ടു. ആ ചിറക് വെട്ടിയിട്ടപ്പോൾ സീതാദേവിക്ക് വളരെ ദുഃഖമായി. സീതാദേവി അനുഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ കണ്ടതിന് ശേഷം ശ്രീരാമചന്ദ്രനോട് എൻ്റെ വിവരം പറഞ്ഞതിന് ശേഷം മാത്രമേ നിനക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്ന അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ഭാഗം കൊണ്ട് നിർത്താം. നാളെ അടുത്ത ഭാഗം ബാക്കി വിവരിക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ. ഹനുമാൻ സ്വാമിയൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. നമുക്ക് ആ ഭാഗം സുന്ദരകാന്ഡം ഒക്കെ നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്കത് വായിച്ച് മനസ്സിലാക്കണം. എല്ലാവരെയും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.